ശശികല ടീച്ചർ, നമുക്ക് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ സർക്കാർ കളിക്കുന്ന കള്ളക്കളികൾ നമുക്ക് ഇതിനോടകം തന്നെ ബോധ്യമായ കാര്യമാണ്. എന്ത് വന്നാലും ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുമെന്ന് മുഖ്യമന്ത്രി വെല്ലുവിളി കഴിഞ്ഞ ദിവസം ഉയർത്തിയതാണ്. ഇതിനിടയിലാണ് മറ്റൊരു വിവരം പുറത്തു വരുന്നത്. ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. നമുക്ക് നേരത്തെ തന്നെ ബോധ്യമായ കാര്യമാണ്. ഇതിൽ എന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. പണം തട്ടിപ്പടക്കം ഇവർ ലക്ഷ്യമിടുന്നു എന്ന് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇതിനിടയിലാണ് ശബരിമലയിലെ സന്നിധാനത്തെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാൻ സർക്കാർ ലക്ഷ്യമിടുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്ത് വരുന്നത്. അതായത് ഇവർ നൽകുന്ന പണത്തിന്റെ തൂക്കമനുസരിച്ച് പ്രിവിലേജ് നൽകിക്കൊണ്ട് ഈ അയ്യപ്പ ഭക്തരെ തരം തിരിച്ചുകൊണ്ടുള്ള ഒരു നടപടി. അതായത് 3 കോടി നൽകിയാൽ അവർക്ക് ഡയമണ്ട് കാർഡ്, പിന്നീട് പ്ലാറ്റിനം കാർഡ്, അങ്ങനെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ശശികല ടീച്ചർ ഈ വിഷയത്തിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇവിടെ നമുക്ക് ഇത് കേട്ടപ്പോൾ ഒറ്റ സംശയം, എനിക്ക് തോന്നിയ സംശയം, എത്ര കോടി കൊടുത്താൽ അയ്യപ്പന്റെ ഒപ്പം ശ്രീകോവിലിൽ പോയിട്ട് നമുക്ക് സെൽഫി എടുക്കാം എന്നുള്ളതാണ്. അതൊഴിച്ചുള്ള എല്ലാ ഓഫറുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് ശബരിമലയെ എങ്ങനെയൊക്കെ തകർക്കാം, 2018 ചെയ്തതിന്റെ ബാക്കി ചെയ്യാനുള്ള ഉദ്ദേശമാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം അയ്യപ്പന് മുന്നിൽ എത്തുന്ന എല്ലാവരും അയ്യപ്പനാണ്. ആ തുല്യത അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നശിപ്പിക്കാൻ പണം കൊടുത്ത് പല തട്ടിലാക്കി VIP കളാക്കി മാറ്റുകയും വെറും അത്താഴഭക്ഷണിക്കാരാക്കി തിരിക്കുകയും ചെയ്താൽ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് ശുദ്ധ തെമ്മാടിത്തരാണ് കാണിക്കുന്നത്. എത്രത്തോളം നിരീശ്വരവാദം ഒരു തലയിലുണ്ട് എന്നുള്ളത്, എത്രത്തോളം ക്ഷേത്രങ്ങൾ തകർക്കാം എന്നതിന്റെ ഏറ്റവും നല്ലൊരു വഴിയായിട്ടാണ് ഇത് കാണുന്നത്. ഇതൊരിക്കലും ഇതാണോ കമ്മ്യൂണിസം? ചിന്തിച്ചു നോക്കൂ. അവിടെ വർഗസംഘടന നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പണമുള്ളവനും പണമില്ലാത്തവനും വന്നിട്ട്. അപ്പോ പൈസ വേണമെങ്കിൽ പിരിച്ചോട്ടെ, അത് മാസപ്പടിയായിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ വ്യവസായികളിൽ നിന്ന് പിരിച്ചു കൊടുത്തോട്ടെ. അത് അയ്യപ്പന്റെ പേരിൽ വേണ്ട, അയ്യപ്പ സംഗമത്തിലും വേണ്ട. ഇത്തരം ഓഫറുകൾ ശബരിമലയിൽ ഒരിക്കലും നടക്കാൻ പാടില്ല.